നമസ്കാരം. നമ്മുടെ കേരള സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ തൂഫാൻ, ഈ തൂഫാനെ പറ്റി നമ്മളെല്ലാം ബോധവാന്മാരാണ്. ലഹരി മാഫിയയെ കേരളത്തിൽ നിന്നും തുരത്തി ഓടിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൻ്റെ സ്കൂളുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചാത്തന്നൂർ സബ് ഡിവിഷൻ തല ഉദ്ഘാടനം ഇന്ന് പൂതകുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൊല്ലത്തിൻ്റെ കേരള പോലീസ് മേധാവിയായിട്ടുള്ള ശ്രീമതി ഹേമലത IPS ആണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ഈ സ്കൂളിൽ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. അതിൻ്റെ കാഴ്ചകളിലേക്ക് നോക്കുന്നു. നാടിൻ കാവൽ സംഗീതം നേടാം നന്മതൻ സ്നേഹം സന്തോഷം തേടാമെന്നെന്നും ശാന്തിയും സന്ദേശം ചേരാം നേരിന്റെ ലോകം കണ്ടെത്താൻ സത്യം പാലിക്കാൻ നിത്യം രക്ഷിക്കാൻ നിൽക്കുമ്പോൾ മൃദുഭാവം ദൃഢകൃത്യം ഇത് സേന നമ്മുടെ സേന. ഞങ്ങൾക്കും നിങ്ങളാശ്രയം എന്നെന്നും നൽകും സാന്ത്വനം വഴികാട്ടുവാൻ ജനമൈത്രിയായി കയ്യെത്തും ദൂരത്തെ സേന എന്നെഞ്ചിൻ കാവൽ തൻ സേന ശാന്തിരതം ഭയഭയരഹിതം വീരം മുഴസേന കൃത്യം ചടുലം സ്ഫുടകര നിപുണം കർമ്മം അതിശക്താനിപുരം സ്വയം നിജ ഹൃദയം കഠിനം ചലനം പ്രിയവചനം ശാന്തിരതം ഭയഭയരഹിതം വീരം മുഴസേന കൊല്ലം സിറ്റി പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാത്തന്നൂർ സബ് ഡിവിഷൻ തല ഉദ്ഘാടനമാണ് ഇന്ന് നമ്മുടെ ബഹുമാന്യയായ ജില്ലാ പോലീസ് മേധാവി ശ്രീമതി ഹേമലത IPS മാഡം ഉദ്ഘാടനം ചെയ്യുന്നത്. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നാമം എന്നും വാഴ്ത്തിടാം. സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന സ്റ്റേറ്റ് വൈഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കൊല്ലം സിറ്റി പോലീസ് നേതൃത്വം കൊടുക്കുന്ന പരിപാടികളുടെ സബ് ഡിവിഷൻ തലം ചാത്തന്നൂർ സബ് ഡിവിഷൻ തലത്തിലുള്ള പ്രോഗ്രാമിന്റെ ഇനാഗുറേഷനാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പ്രോഗ്രാം തുടങ്ങിയ സമയം മുതൽ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 1,200-ൽ പരം കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്തു. ധാരാളം പ്രതികളെ നമ്മൾക്ക് കൊല്ലം ജില്ലയിൽ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ തന്നെ നമ്മുടെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹേമേന്ദ്രൻ സാറ്, അദ്ദേഹം ഇവിടെയാണ് പഠിച്ചത്. മുൻ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഇവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിവിധ ജില്ലകളിൽ കണ്ണൂര്, എറണാകുളം, റൂറൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് മാഡം ഈ ജില്ലയിലേക്ക് വന്നത്. ജനറേഷൻ മാത്രം അഫക്ട് ചെയ്യുന്ന ഒരു വിഷയമല്ല. ബിക്കോസ് when you see the people who are addicted, ഈ ഡ്രഗ് അഡിക്ഷൻ ആയ ആൾക്കാരും അവരുടെ ഹെൽത്ത് കണ്ടീഷനിൽ നോക്കുമ്പോൾ
it affects the entire generation of people. And not only that, അവരുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർക്കും ശല്യം. It's a societal issue actually. It's a personal issue കടന്നിട്ട് this has become a social problem. So this lot of efforts have been taken by the state government against this program. So അതിലെ ഏറ്റവും മികച്ച രീതിയിൽ വണ്ടർഫുൾ ലേ ഔട്ട് ചെയ്ത് എൻഫോഴ്സ്മെന്റ്, പ്രിവെൻഷൻ, ഡി അഡിക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഇങ്ങനെ ഒരു 4 ഘട്ട രീതിയിൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാമാണ് ഈ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്നത്. സോ ഞങ്ങള് എൻഫോഴ്സ്മെന്റ്, ബീയിങ് ആൻ എൻഫോഴ്സ്മെന്റ്, പോലീസ് ബീയിങ് ദ എൻഫോഴ്സ്മെന്റ് ഏജൻസി, എൻഫോഴ്സ്മെന്റ് മാത്രം അല്ലാതെ പ്രിവെൻഷൻ, ആദ്യം ഇങ്ങനത്തെ ഒരു വിഷയം നമ്മൾ വരാതിരിക്കാൻ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ പറഞ്ഞ അവയർനെസ് സെഷൻസും സ്കൂൾ, കോളേജ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ട് ഞങ്ങൾ അവയർനെസ് ആൻഡ് സെൻസിറ്റൈസേഷൻ കൊടുക്കുന്നതും. സോ ഇതല്ലാതെ ഇതിനായിട്ട് ഒരുപാട് ആൾക്കാർ ഹു ആർ അഡിക്റ്റഡ്, അവരെ റീഹാബിലിറ്റേഷനും അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് റീഹാബിലിറ്റേഷൻ ആൻഡ് ഡി അഡിക്ഷനും കൂടി വി ആർ ഇൻവോൾവിംഗ് ഇൻ ദിസ് പ്രോഗ്രാം. So that I wish every children or everybody in this room to take this as a pradanya for your next coming life or generation. And I hope this message reaches to the every corner of the society. So I thank you all for giving this opportunity, for sharing this. All the best. Jai Hind. നിങ്ങൾക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷനും കൂടെയാണ്. മാഡത്തോട് എന്തെങ്കിലും ചോദിക്കാനോ? ഒന്നുമില്ല. ഇവിടെ SPC പ്രൊജക്ട് ഉണ്ട്, SPC ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വാരിയർ ആകുന്നത്. മനസ്സിലായോ? വാരിയർ എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് ആണ്, അല്ലേ? അപ്പൊ നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യണം. രണ്ടാമത്, നമ്മൾ സ്വയം ഇത് ഉപയോഗിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നതാണ്. നമ്മൾ അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങള്, ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്കറിയാം. ഓൾറെഡി തന്നെ നിങ്ങളെ ടീച്ചേഴ്സ് ഒക്കെ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ കൂടുതൽ എനർജിയോട് കൂടിയിട്ട് ഇതിനെ നമ്മൾ ഇനി ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. വീട്ടിലെ ഒക്കെ തന്നെ ഇതുമായിട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ അവിടെയൊക്കെ പോയിട്ട് സംസാരിക്കുക, ഇതിനെക്കുറിച്ച് അവയർ ആവുക, ഇത് ഉപയോഗിക്കുന്നവരെ രഹസ്യമായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുക, ടീച്ചേഴ്സിനെ അറിയിക്കുക. അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് ഇത് ഒരു എന്താ പറയുക, ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു സൈക്ലോൺ പോലെ ഈ ഒരു മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. ജൂൺ 2-ാം തീയതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, മറ്റു മന്ത്രിമാർ, സംസ്ഥാന പോലീസ് മേധാവി എന്നിവർ ഒന്നിച്ച് തിരുവനന്തപുരം വനിതാക്കാരുള്ള കോട്ടൺ സ്കൂളിൽ വെച്ചാണ് ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം സംസ്ഥാന തലത്തിൽ നടന്നത്. അന്നും ഇതിന്റെ സംസ്ഥാന ഉദ്ഘാടനം ഒരു സ്കൂൾ തന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. പ്രിവെൻഷൻ, പിന്നെ ഇതിന്റെ വ്യാപന തടവിലാണ് ഒന്നാമത്. അതിനുശേഷം ഇതിൽ ആകുന്നവരെ ഇതിന്റെ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ അയക്കുക, ഡി അഡിക്ഷൻ സെന്ററിലേക്ക് അയക്കുക, ഡി അഡിക്ഷൻ സെന്ററിൽ അയക്കുന്നതിന് അതിനുശേഷം അവയർനെസ്, ഇതെന്താണ് ഇതിന്റെ ഉപയോഗിച്ചാലുള്ള കുഴപ്പങ്ങൾ, കുറ്റങ്ങൾ, അവന്റെ ജീവിതം ഒന്നുണ്ടായി തകരുന്ന ഒരു അവസ്ഥ. ഇപ്രകാരം മയക്കുമരുന്നും മറ്റും മയക്കുമരുന്നും മറ്റും ഉപയോഗിക്കുന്നവരൊക്കെ സമൂഹത്തിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, വളരെ ലോലമായ ശരീരം, ഇതിനെ പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു പ്രവർത്തന ശൈലി, എന്താണ് ചെയ്യുന്നു, എന്ത് ചെയ്തുകൂടാ എന്നുള്ള തിരിച്ചറിയൽ ബോധം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഭക്ഷണം അവർ കഴിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലാണ് അവർ കാണുമ്പോൾ. എംഡിയെ കോളത്തിൽ ഡ്രസ്സും പ്രോപ്പറായിട്ട് ധരിക്കാതെ സമൂഹത്തിൽ ഒരു വിപത്തായി നിലനിൽക്കുന്നതായി കാണാം. ഇതിനെല്ലാം നമ്മൾ ബഹുമാനപ്പെട്ട മേഡം പറഞ്ഞതുപോലെ സ്കൂളിലും നിങ്ങളുടെ സഹപ്രവർത്തകരും, അതുപോലെ തന്നെ വീടിന്റെ പരിസരത്തും, അതുപോലെ തന്നെ സമൂഹത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരും ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് വരണമെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം നിങ്ങൾ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ PTA പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ അറിയിച്ചാൽ മതി. എല്ലാ സ്കൂളുകളിലും പോലീസിന്റെ സജീവമായി ഏർപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ സ്കൂളിൽ SPC ഉള്ളത് കാരണം കാര്യങ്ങൾ വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാനായിട്ട് പോലീസിന് കഴിയും. എന്റെ പേര് രേവതി, ഞാൻ 10ാണ് പഠിക്കുന്നത്. ഇവിടെ വന്ന് എല്ലാവരും ഇങ്ങനെ ഇത് പറഞ്ഞപ്പം എന്നതാണ്, എല്ലാവരും ഇത് കേൾക്കണം, ലഹരിയിലോട്ടൊന്നും പോകാൻ ശ്രമിക്കരുത്, നല്ലോണം പഠിക്കണം എന്നതാണ്. ലഹരിയിലോട്ട് അഡിക്റ്റായി സാധു കൊണ്ട് കളയരുത്. എന്റെ ഒരു മാധവ്, ഞാൻ 10ൽ പഠിക്കുന്നു. തുഫാൻ എല്ലാവർക്കും ഒരു മാതൃകയാകണം. മയക്കുമരുന്നിൽ അഡിക്റ്റായ എല്ലാ കുട്ടികൾക്കും ഒരു ബോധവൽക്കരണം നടന്ന തുഫാനിലെ എല്ലാവർക്കും നമ്മുടെ സ്കൂളിന്റെ പേര് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു പരിപാടിയിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. ഇന്നത്തെ യുവ തലമുറയെ സംബന്ധിച്ച് ഞാൻ കാണുന്നത്
രണ്ട് പ്രധാനപ്പെട്ട ദൂഷ്യങ്ങളാണ് നമ്മളെ കാണുന്നു വരുന്ന മാരകമായ രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന്, നമ്മൾ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നമ്മൾ ജൂൺ 1-ാം തീയതി സ്കൂള് ആരംഭിച്ചത് ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ്. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞ. അത് നമ്മുടെ യുവതലമുറയെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. മൊബൈൽ ഫോണിന്റെ അമിതമായ, അനിയന്ത്രിതമായ, അനാവശ്യമായ ഉപയോഗം അതൊരു വശത്ത്. മറ്റൊരു വശത്ത് നമ്മുടെ യുവതലമുറ ഇന്ന് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന, ഇന്നത്തെ ഈ യോഗം അഡ്രസ് ചെയ്യുന്ന ലഹരി. എന്താ പറയുന്നത്? നമ്മൾ ഇന്ന് എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? നമ്മള് ലഹരി ഇനി ഉപയോഗിക്കത്തില്ല. ഒരു വിശപ്പിൽ നിന്നാണ് പറയണേ. ആ വിശപ്പിൽ നിന്ന് പറയുമ്പോ ഇനി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല മക്കളെ, ഉപയോഗിക്കുക ആരെങ്കിലും? ഇല്ല. തൂഫാൻ. തൂഫാൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? തൂഫാൻ കൊടുങ്കാറ്റ് എന്നാണ്. കൊടുങ്കാറ്റ്. നിങ്ങൾ ഓരോരുത്തരും ലഹരിക്കെതിരെ കൊടുങ്കാറ്റായി മാറണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരും കേരള പോലീസും ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും എല്ലാം കൂടി ചേർന്ന് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വളരെ തിരക്കേറിയ ഡ്യൂട്ടികൾക്കിടയിലും ഔദ്യോഗിക പ്രോഗ്രാമുകൾക്കിടയിലും ഇവിടെ വന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീമതി ഹേമലത IPS അവർകള്, മാഡം അത്യാവശ്യമായിട്ട് പോയിട്ടുണ്ട്, എന്നാലും മാഡത്തിന്റെ അഭാവത്തിലും മാഡത്തിന് ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്ത് നല്ലൊരു പ്രസംഗം, നല്ലൊരു മോട്ടിവേഷണൽ സ്പീച്ച് നിങ്ങൾക്ക് നൽകിയ മാഡത്തിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ സദസ്സിലിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികൾക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കേരള പോലീസിന് ഇത്തരത്തില് ഇവിടെ ഒരു നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ സാഹചര്യം എല്ലാം ഒരുക്കി തന്ന സ്കൂൾ മാനേജ്മെന്റിനും PTA-ക്കും, കൂടാതെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ കവർ ചെയ്ത മീഡിയ പേഴ്സൺസ്, പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും, അതിനേക്കാൾ ഉപരി ഈ ഇത്രയും സമയം നല്ല രീതിയിൽ ശ്രമിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേരള പോലീസിന്റെയും എന്റെയും വ്യക്തിപരമായിട്ടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ